വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ ടൗൺ ഹാളിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എംപിയുടെ വാഹനം തടഞ്ഞു. ഷാഫിയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വടകര ഹായ് ഷാഫി ഇറങ്ങിയിട്ട് രണ്ടെണ്ണം ചെവിടായിട്ട് പൊട്ടിച്ചു കൊടുക്കുക, അപ്പൊ റെഡിയാവും. എടാ ചെങ്ങന്മാരെ, ഡിവൈഎഫ്ഐ ആയാലും UDF ആയാലും ലീഗ് ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയോ? നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടാണ് എടുത്ത് ചാട്ടം? നിങ്ങൾ കണ്ടിട്ടോ ഓന് മെസ്സേജ് അയച്ചതും ഓനെ പീഡിപ്പിച്ചതും നിങ്ങൾ കണ്ടിട്ടോ? പല പെണ്ണുങ്ങളും ആ സിനിമ നടി അറിയണം, ആ പണ്ടാത്ത ജീവിതത്തിൽ എവിടെയും കണ്ടിട്ടില്ല ഞാനൊന്നും. കക്കറിട്ട് ഇപ്പൊ ചലിച്ചിട്ട് ഹാഹോ ഒന്ന് കാട്ടി നടക്കല്ലാണ്ട് എവിടെയും കണ്ടിട്ട് നിങ്ങള്? ആരെന്നായാലും നേതാക്കന്മാര് പറഞ്ഞിട്ട് തുള്ളി ചാടിയിട്ട് നിങ്ങളെ ജീവിതം നശിച്ചു പോകുന്നുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. വൃത്തികെട്ട ജന്മങ്ങള്. അതിന് ഏത് പാർട്ടിൻ്റെ ആയാലും. എന്തിനാ ഷാഫി പറമ്പിനൊത്ത് കാട്ടാനാ? രാഹുൽ മാങ്കൂട്ട് എന്താ ചെയ്തിനോ? ഇപ്പൊ CPM ആരുമില്ലേ? മുകേഷ് ഉണ്ട്, ഗണേഷ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതെല്ലാരും ചെയ്യുന്ന സംഭവങ്ങളാണിത്. പിന്നെ നിങ്ങൾ മാത്രം വലിയ സുജായികളും ബാക്കിയുള്ള ആരും ഇത് ചെയ്യാത്തവരും അങ്ങനൊന്നല്ല. ഒളുപ്പും മാറമാണ് ചങ്ങായിമാരൊക്കെ. DYFI മറ്റുങ്ങൾ നേതാക്കന്മാർ, ഏതെങ്കിലും വിവരം കെട്ട നേതാക്കന്മാരുണ്ടാവും. ഒരു ഇതുമില്ലാത്ത ആൾക്കാർ സമരം ചെയ്, വണ്ടി തടുക്ക്. നല്ല ചങ്കൂറ്റല്ലാണ് ഷാഫിയുടെ. ഷാഫി ചെവിട്ടടിച്ചൊന്ന് കൊടുത്തണമെങ്കിൽ പായുമായിട്ടുള്ളൊക്കെ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിനെ അപമാനിക്കല്ല, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിനെ കുറ്റം പറയുമല്ലോ. എന്താ വെച്ചാൽ ഇതൊക്കെ കുറച്ചൊക്കെ നിർത്തണം. ഇതൊക്കെ വേസ്റ്റാണ്. എന്ത് DYFI, എന്ത് യൂത്ത് കോൺഗ്രസ്, എന്ത് മറ്റേ കോൺഗ്രസ്, എന്ത് ലീഗിന്റെ അതൊന്നും കാര്യമല്ല. അതിനൊന്നും ഒരു കാര്യമല്ല. അവനാന്റെ പെരയിൽ അവനാ കൈക്കോട്ട് കൊത്തുന്ന ആൾക്കാരുണ്ടാവും, തെങ്ങുമ്പോ കയറുന്നവരുണ്ടാവും, പ്രവാസികളുണ്ടാവും, ഓട്ടോസ് ഓടിക്കണുണ്ടാവും, ജീപ്പ് ഓടിക്കണുണ്ടാവും, ബസ് ഓടിക്കണുണ്ടാവും. അവനാന്റെ കുടുംബത്തിന് കിട്ടണമെങ്കിൽ നിങ്ങൾ പണിക്ക് പോലെ കിട്ടുള്ളൂ. നേതാക്കന്മാർ പല വിഡിത്തങ്ങളും വിളിച്ചു പറയും. അത് കേട്ടിട്ട് ഞാൻ ചിലക്ക എന്തിനാ ചിലക്കടങ്ങളൊക്കെ? എന്താ ഷാഫി എത്താ കാട്ടിയേ? എന്താ തമാശ? ഇത് കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും. സമരം ചെയ്യാത്ര ഉളുപ്പുമാനമാണ് ചങ്ങായിമാരൊക്കെ അല്ല. പിന്നെ ഒരു സിനിമ നടി വന്നിട്ട് മെസ്സേജ് അയച്ച് വേറെ ഒരിടത്ത് മറ്റേതാക്കി. ഇതൊക്കെ മലന്ന് കടക്ക് കൊടുക്കുമ്പോഴും ഈ മെസ്സേജ് അയക്കുമ്പോൾ ബ്ലോക്ക് ആക്കിയ വേറെ പ്രശ്നം തീർന്നില്ല. പിന്നെ ഇതിങ്ങനെ ഇവലൊക്കെ ഈ DYFIക്കാരും ഇവലൊക്കെ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ആൾക്കാർ ഫേമസ് ആവാൻ വേണ്ടിയിട്ട്, ആൾക്കാർ അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഏതെങ്കിലും വാണം കെട്ട നേതാക്കന്മാർ പോയി പറഞ്ഞെടുക്കും. അത് പറയും, ഇത് പറയും, അതിന് ചിലക്കണം, അതിന്റെ പിന്നാലൊക്കെ നടക്കണം. നിങ്ങൾക്ക് തീരെ ഉളുപ്പില്ല കേമാര്. ഞാൻ അറിയായിട്ട് വെക്കുക, ഇത്രയും വിവരം കെട്ട ആൾക്കാരാണ് നിങ്ങളൊക്കെ. ഒരു പാർട്ടിന് നമ്മൾ പാർട്ടി വേണം, അതിനൊക്കെ ഒരു കാര്യങ്ങളും അർത്ഥങ്ങളൊക്കെ വേണം. അല്ലാണ്ട് എല്ലാത്തിനും എടുത്തു ചാടിയിട്ട് വിഡ്ഢികളാകാത്ത ജനങ്ങള്. കേരളത്തിലെ മലയാളികൾ വിഡ്ഢികളല്ല. പിന്നെ